എല്ലാവർക്കും തേമ്പ്ര ഗാർഡന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്, ഇന്നത്തെ വീഡിയോ റോസുകളിലെ ക്ലൈംബർ വിഭാഗം റോസുകളെ പറ്റിയും അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷനെ പറ്റിയുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് പുതിയ ഇനം റോസുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഒരു തണ്ടെങ്കിലും നീണ്ടിട്ടുണ്ടെങ്കിൽ ക്ലൈംബർ എന്നും പറഞ്ഞാണ് അത് വിൽക്കപ്പെടുന്നത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ക്ലൈംബർ ആണോ അല്ലയോ എന്നുള്ളത് വാങ്ങുന്ന നമ്മൾ വേണം അറിഞ്ഞിരിക്കാനായിട്ട്. ഇപ്പം ക്ലൈംബേഴ്സ് എല്ലാ ഇനത്തിൽ നിന്നും ഉണ്ടാവാം. ഗ്രാൻഡ് ഫ്ലോറിൽ നിന്നുണ്ടാവാം, അല്ലെങ്കിൽ മിനിയേച്ചറിൽ നിന്നുണ്ടാകാം. ഇതിൻ്റെയൊക്കെ ബ്രീഡിങ് നടക്കുന്ന സമയത്ത് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ കാരണം ഏതെങ്കിലും ഒരു കൊമ്പായിരിക്കും പെട്ടെന്ന് നീണ്ടു വളർന്നു പോകുന്നത്. അപ്പൊ ബ്രീഡേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കൊമ്പ് എടുത്തിട്ട് അതിനെ വേര് പിടിപ്പിച്ച് അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ഒരു പുതിയ ഇനമായിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അവരെത്ര സ്റ്റേബിൾ ആക്കിയാലും ചിലപ്പോൾ 1-2 തലമുറ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ മാതൃ പ്ലാന്റിന്റെ ചെടിയുടെ ഗുണങ്ങൾ അത് ചിലപ്പോൾ കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് ക്ലൈംബർ ആണെങ്കിൽ ഇന്ന ഗുണങ്ങൾ കാണും എന്ന് കൃത്യമായി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ക്ലൈംബറിലെ തന്നെ 2 വിഭാഗമാണ്, ക്ലൈംബറും റാംബ്ലറും. ഇതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് സ്റ്റേബിൾ ആയിരിക്കും, അത് സാധാരണഗതിയിൽ മാറാറില്ല. അപ്പം നമ്മൾ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമ്മൾ ചെടി വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇത് ക്ലൈംബർ ആണോ റാംബ്ലർ ആണോ എന്നുള്ളത് മനസ്സിലാക്കി ആ ചെടിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പൂന്തോട്ടത്തിൽ എവിടെ നടണം എന്ന് തീരുമാനിക്കാനും അതിന് വേണ്ടുന്ന പരിചരണങ്ങൾ കൊടുക്കാനും സാധിക്കും. ഇപ്പൊ ഈ കാണുന്നതെല്ലാം തന്നെ ക്ലൈംബേഴ്സിന്റെ വീഡിയോകളാണ്. അപ്പം ക്ലൈംബേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കുറച്ച് ദുർബലമായ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തണ്ടുകളും കൂർത്ത ഇലകളുമാണ്. അപ്പോഴത്തേക്കും ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോൾ കൂർത്ത ഇലകള് നമുക്ക് കാണാം. ഇത് കണ്ടു കഴിഞ്ഞാൽ കാട്ടു റോസ് പോലെ ഇരിക്കുമെങ്കിലും കാട്ടു റോസും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പഠിക്കണം. അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ പുതിയ തണ്ടുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ക്ലൈംബർ റോസിന് എപ്പോഴും ചരിഞ്ഞു കിടക്കുന്ന ഒരു തണ്ടിൽ നിന്നായിരിക്കും അടുത്ത തണ്ട് വരുന്നത്. അപ്പം ക്ലൈംബർ റോസ് കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ തണ്ടങ്ങ് ചരിഞ്ഞ് വീണ് പോവും. അതിന് സപ്പോർട്ട് വേണം, അത് തനിച്ച് അതിന് കയറിപ്പോകാനുള്ളൊരു ശേഷിയില്ല. അപ്പം അതിൻ്റെ തണ്ടുകൾ പുതിയത് വരുമ്പോഴത്തേക്ക് അതും ഇതുപോലെ നേർത്ത തണ്ടുകളായിരിക്കും, കൂർത്ത ഇലകളായിരിക്കും, കുറച്ചുകൂടെ അടുത്തടുത്തായിരിക്കും ഈ ലീഫുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ തണ്ടിന് ഒരു ചെറിയൊരു ഇസഡ് ഷേപ്പ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാഗ് ചെയ്തിരിക്കുന്ന ഒരു ടെൻഡൻസി കാണാം. അത് വ്യക്തമായിട്ട് കാണുന്നത് ക്ലൈംബേഴ്സിലാണ്. ഇപ്പൊ ഇതിൽ നോക്കിയാല് ആ തണ്ടിന്റെ വളവ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ കണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടിരിക്കുന്ന. പൊതുവെ ക്ലൈംബേഴ്സിലാണ് ഇങ്ങനെ കാണാറുള്ളത്. ഇനി അടുത്തത് റാംബ്ലേഴ്സ് ആണ്. റാംബ്ലേഴ്സിന്റെ തണ്ട് കുറച്ചുകൂടെ ബലമുള്ളതും നീണ്ടിട്ടുമാണ്. അതിനകത്ത് മുള്ളുകളും കൂടുതലായിരിക്കും. അതിന്റെ ഷൂട്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ നല്ല കട്ടിക്കാണ് അതിന്റെ ഷൂട്ട് വന്നിരിക്കുന്നത്. അത് നേരെ മുകളിലേക്കാണ് പോയിരിക്കുന്നത്, വളഞ്ഞൊന്നും പോയിട്ടില്ല. ക്ലൈംബർ ആവുമ്പോഴത്തേക്കും ഇത് ഇത്രയും ശക്തമായ മുകുളങ്ങളായിരിക്കില്ല വരുന്നത്. പ്രധാന വ്യത്യാസങ്ങളിൽ ഒരെണ്ണമാണ് ഇത് രണ്ടെണ്ണം വരുന്നത്. മാത്രമല്ല റാംബ്ലറിന്റെ ഇല കുറച്ച് ഉരുണ്ടിട്ടാണ്, വീതി കൂടുതലാണ്. ഉരുണ്ട ഇലകളെ കണ്ടോ, ഇത് പുതിയൊരു ഷൂട്ട് വന്നതിനകത്തുള്ള ഇലകളാണ് ഈ കാണിക്കുന്നത്. നല്ല പരന്ന വലിപ്പമുള്ള ഇലകളാണ്. അത് റാംബ്ലറിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഇല കാണുമ്പോൾ തന്നെ നമുക്ക്, ഇലയും തണ്ടും കാണുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതൊരു ക്ലൈംബർ ആണോ അതൊരു റാംബ്ലർ ആണോ എന്നുള്ളത്. അടുത്ത വ്യത്യാസം പൂക്കളിലാണ്. പൂ നോക്കുമ്പോഴത്തേക്കും ക്ലൈംബറിൽ കൊച്ചു പൂക്കളായിരിക്കും, പക്ഷെ എണ്ണം കൂടുതലായിരിക്കും. തണ്ടിന്റെ അറ്റത്തായിട്ട് വലിയ പൂങ്കുലകളായിരിക്കും, കൊലകളായിട്ടായിരിക്കും പിടിക്കുന്നത് മിക്കവാറും. മാത്രമല്ല പുതിയ തന്നെ ക്ലൈംബറുകളിൽ ഒരുപാട് കളറുകൾ കിട്ടുന്നുണ്ട്, മിക്സ് ചെയ്ത കളറുകൾ കിട്ടുന്നുണ്ട്, ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. അതേസമയം റാംബ്ലേഴ്സിൽ വരുമ്പോഴത്തേക്കും കളറുകൾ അത്രയ്ക്കൊന്നും വരാറില്ല എന്നല്ല. ഈ റാംബ്ലേഴ്സിന്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാട്ടു റോസ് തന്നെയാണ്. കാട്ടു റോസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ബഡിങ്ങിന് കാണുന്ന നേർത്ത റോസുകളല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരുപാട് ഇനം കാട്ടു റോസ് ഉണ്ട്. അപ്പൊ അത് വൈൽഡായിട്ട്
പിടിക്കാനും ഡിസീസ് റെസിസ്റ്റൻസും ഒക്കെ കൂടുതലുള്ള ഒരു എന്താ പറയുക സ്ട്രെങ്ത് കൂടിയ ഒരെണ്ണം ചെടിയാണത്. അപ്പൊ അതിനകത്ത് നാച്ചുറലായിട്ട് വരുന്ന കളർ എന്ന് പറഞ്ഞാൽ വെള്ള, പിങ്ക്, യെല്ലോ അങ്ങനെയൊക്കെയാണ്. അപ്പം റാംബ്ലർ വരുമ്പോഴത്തേക്കും അതിന്റെ പൂക്കള് ഇതിന്റെ ഷെയ്ഡുകളും കാര്യങ്ങളുമാണ് ഇപ്പോഴും വരുന്നത്. ഇപ്പൊ റാംബ്ലറിന്റെ പൂ നോക്കുമ്പോഴത്തേക്കും അതിന് എതളുകൾക്ക് കട്ടി കൂടുതലായിരിക്കും, എതളുകളുടെ എണ്ണം കുറവായിരിക്കും, പൂക്കൾക്ക് വലിപ്പം കൂടുതലായിരിക്കും, പൂക്കളുടെ എണ്ണം കുറവായിരിക്കും. അത് ഒരു സീസണിൽ ആ പൂക്കളെല്ലാം പിടിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ വരണം. മുള്ളും കൂടുതലായിരിക്കും. ഇത് ഇത്രയുമാണ് റാംബ്ലേഴ്സിന്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ചെടി വാങ്ങാൻ പോകുമ്പോൾ അത് ക്രീപ്പർ ആണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ക്ലൈംബർ ആണെന്ന് പറഞ്ഞ് നമുക്ക് തരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അനായാസം തിരിച്ചറിയാൻ പറ്റും അതൊരു ക്ലൈംബർ ആണോ റാംബ്ലർ ആണോ എന്നുള്ളത്. റാംബ്ലറിന്റെ പൂവ് കുറെ ദിവസം നിൽക്കുകയും ചെയ്യും, നല്ല കട്ടിയാണ്, അത് പിടിച്ചാലൊന്നും പെട്ടെന്നൊന്നും പൊഴിഞ്ഞു വീഴത്തൊന്നുമില്ല. അതേസമയം ക്ലൈംബറിന്റെ പൂ വന്നിട്ട് ഇതളുകളുടെ എണ്ണം കൂടുതലാണ്, ലോലമായ ഇതളുകളാണ്. ഇപ്പം അതിന്റെ ഇലകൾ കണ്ടോ, നല്ല കൂർത്ത ഇലകളാണ് വരുന്നത്. ഇത് നമ്മൾ ശക്തിയായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകും. വലിയ ഒരു സ്ട്രെങ്ത് ഒന്നും ക്ലൈംബറിന്റെ പൂക്കൾക്ക് ഉണ്ടാവാറില്ല. ചിലപ്പോഴൊക്കെ ഇതുപോലെ ഒറ്റയ്ക്ക് പിടിക്കും, അത് എന്നെ അനുസരിച്ചിരിക്കും. അല്ലാത്തപ്പോഴെല്ലാം പൂങ്കൊലകളായിട്ട് വരും. പൂങ്കൊലകളായിട്ട് വരികയാണെങ്കിൽ പൂക്കളുടെ വലിപ്പം കുറവായിരിക്കും. ഇത് സാധാരണ 3-4 പൂക്കൾ ഒന്നിച്ച് വരാറുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടവുമാണ് ഈ ക്ലൈംബർ. ഒരു പ്രത്യേക റോസ് കളറാണ്, നല്ല മണവുമാണ്. മണം വെച്ച് ഒരിക്കലും നമുക്ക് ക്ലൈംബറും റാംബ്ലറും വേർതിരിക്കാൻ പറ്റില്ല. കാരണം രണ്ട് കൂട്ടലിലും നല്ല മണം ഉള്ളത് കൊണ്ട് കുറച്ച് മണം ഉള്ളത് കൊണ്ട്. അപ്പൊ അത് നമുക്ക് വേർതിരിവിന് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. പിന്നെ വരുന്നത് തണ്ടുകള് മുകളിലേക്കായിരിക്കും റാംബ്ലറിനെ പിടിക്കുന്നത്. ക്ലൈംബറിൻ്റെ അതേസമയം മുകളിലേക്ക് പോയി കഴിയുമ്പോൾ അത് വളഞ്ഞിഞ്ഞ് വീണ് പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ കയറോ അല്ലെങ്കിൽ വേറെ ഭിത്തിയിലേക്ക് വലിച്ചു കെട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ക്ലൈംബർ റോസുകൾ മുകളിലേക്ക് നിൽക്കുകയുള്ളൂ. ഈ കാണുന്നത് റാംബ്ലർ ആണ്. അതിന്റെ മുള്ളുകൾ കണ്ടോ, അതിന്റെ തണ്ട് കണ്ടോ, അത് നേരെ യാതൊരു സപ്പോർട്ടും ഇല്ലാതെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഞാന് ക്ലൈംബറും റാംബ്ലറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് വീഡിയോയിൽ എല്ലാ ഇനവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ കാണുന്ന തളിരെന്ന് പറയുന്ന ഒരു റാംബ്ലറാണ്. തനിയെ നേരെ മുകളിലേക്ക് തന്നെ പോയിരിക്കുന്നുണ്ടോ. ഈ കാണുന്ന ചെടി ശരിക്കും ക്ലൈംബർ ആണ്, പക്ഷെ അതിനകത്ത് മുള്ളുകൾ കണ്ടോ, അതിനകത്ത് മുള്ളുകളും ഉണ്ട്. ഇതിന്റെ പൂ വന്നിട്ട് മിനിയേച്ചർ ആണ്. അപ്പം ഏതോ മിനിയേച്ചർ ബ്രീഡ് ചെയ്ത സമയത്ത് അതിൽ നിന്നും വന്ന ക്ലൈംബറാണിത്. അതുകൊണ്ടാണ് അത് മിനിയേച്ചറിന്റെയും ക്ലൈംബറിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. അതിലിപ്പോ പൂവില്ല. ഇത് അടുത്ത റാംബ്ലറാണ്. അതിന്റെ തണ്ട് കണ്ടോ നേരെ പോയിരിക്കുന്നത്. മഴ നനയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നതാണത്. അതിനകത്ത് ഒരു 3 പൂവോളം ഉണ്ടായിരുന്നു, അത്രയൊക്കെ വരുള്ളൂ. അതിന്റെ ഇലയ്ക്ക് വലിപ്പം കൂടുതലാണ്, തണ്ട് മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്, അതിൽ നിറച്ച് മുള്ളുമുണ്ട്. കണ്ടോ, പ്രത്യേകിച്ച് താങ്ങൊന്നും കൊടുക്കാതെ തന്നെ ഇത്ര പൊക്കത്തിൽ പോയാലും അത് നിൽക്കും, അതിനുള്ള ശേഷിയുണ്ട്. തന്നെത്താനെ തന്നെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കയറി പറ്റി പിടിച്ചൊക്കെ പൊയ്ക്കോളും റാംബ്ലർ. വളരെ പെട്ടെന്ന് വളരുന്ന ചെടിയുമാണ് റാംബ്ലർ. ക്ലൈംബർ റാംബ്ലറിനെ വെച്ച് നോക്കുമ്പോൾ വളർച്ച കുറവാണ്, സമയമെടുക്കും. റാംബ്ലറിന്റെ പ്രത്യേകതയാണ് കട്ടിയേറിയ മുള്ളുകൾ, അടിമുടി മുള്ളായിരിക്കും. നല്ല കട്ടിയുള്ള സ്റ്റെം കണ്ടോ, അതിന് കെയിൻസ് എന്നാണ് പറയുന്നത്. ഇത് ക്ലൈംബറുടെതാണ്. ചെടി താഴോട്ട് വീണ് കിടക്കുകയാണ്, പോയി വളഞ്ഞ് ഇനി താഴെ വീണ് പോയി. എന്നെ വലിച്ച് ഒരു കയറിൽ കെട്ടണം. കണ്ടോ, ക്ലൈംബർ രണ്ടാമതിരിക്കുന്ന ചെടിയാണ്, മുൻവശത്തിരിക്കുന്നത് ഒരു റാംബ്ലറാണ്. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുതേ. കണ്ടോ, റാംബ്ലറിന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെമ്മാണ്. ഞാൻ പുതിയതായിട്ട് കുഴിച്ചു വെച്ചതായതുകൊണ്ടാണ് അതിനൊരു താങ്ങ് കൊടുത്തിരിക്കുന്നത്. ഇത് അടുത്ത ക്ലൈംബർ, ബ്രിട്ടീഷ് ക്യൂവിന്റെ ക്ലൈംബിംഗ് ആണ്. അതിന്റെ ലീഫ് കണ്ടോ, വീതി കുറഞ്ഞ ഇലകളാണ് വരുന്നത്. വീതി കുറഞ്ഞ ഇലയും വീതി കുറഞ്ഞ തണ്ടുകളും ആവുമ്പോൾ അത് ക്ലൈംബർ ആണെന്ന് നമുക്ക്
ഉറപ്പിക്കാൻ പറ്റും. അതിൻ്റെ പൂമൊട്ട് കണ്ടോ? ഷൂട്ടിൻ്റെ അറ്റത്തായിട്ട് ഒരു കൊലയായിട്ടാണ് വന്നിരിക്കുന്നത്. നേർത്ത ഇലകളും, നേർത്ത കൂർത്ത ഇലകൾ. ഇങ്ങനെയാണ് നമ്മൾ അതിനെ വേർതിരിച്ച് അറിയുന്നത്. അതിന് ഞാനൊരു മരത്തിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കണം. സപ്പോർട്ടില്ലാതെ അതിന് നിൽക്കാൻ പറ്റില്ല. കാറ്റത്ത് ആടി ഒലഞ്ഞ് അങ്ങനെ കിടക്കുക. എൻ്റെ അപ്പുറത്ത് നിൽക്കുന്നതെല്ലാം റാംബ്ലേഴ്സ് ആണ്. ഞാൻ ഇത് അടുത്ത റാംബ്ലറാണ്. ലീഫ് കണ്ടോ? ഈ ഒരു നീണ്ട കൊമ്പിന്റെ അറ്റത്തായിട്ടാണ് ഈ ഇലകളും എല്ലാം കൂടെ വന്നിട്ട് അവിടെ ഒരു ബ്രാഞ്ചിങ് ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് പോലും ആ തണ്ട് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ആ ചെടിയുടെ. അതാണ് അതിന്റെ പ്രത്യേകത. ഒരുമാതിരിപ്പെട്ട ഡിസീസുകളൊന്നും പിടിക്കുകയില്ല. നല്ല ഡിസീസ് റെസിസ്റ്റൻസ് ആണ്. അത് ആ കാട്ടു റോസയുടെ ഗുണങ്ങളാണ് കാണിക്കുന്നത്. അതിന്റെ ഷൂട്ട് കണ്ടോ? മുകളിലേക്കാണ് പോകുന്നത്. പുതിയ നോഡിൽ നിന്ന് അടുത്ത ഷൂട്ട് വരുമ്പോഴത്തേക്ക് മുകളിലേക്കാണ് അത് പോകുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള കപ്പാസിറ്റി റാംബ്ലറിനാണുള്ളത്. ഇത് ക്ലൈംബറാണ്. അതിന്റെ തണ്ട് കണ്ടോ? എല്ലാം വളഞ്ഞ് നിൽക്കുന്നത്. ഇപ്പം ഇല പോയി നിൽക്കുന്ന സീസണിലെടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഇലകളില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായ വ്യത്യാസം. അപ്പോൾ നമ്മൾ ചെടി വാങ്ങുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം വാങ്ങിക്കുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, സംശയങ്ങൾ കമന്റ് ചെയ്യുക.